എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ആഴ്ചയിലെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളൊക്കെ എല്ലാ ട്രേഡർമാരും നാളെ മുതൽ വീണ്ടും സജീവമാകാൻ പോവുകയാണ്. നാളെ ശ്രീനാരായണ ഗുരു ജയന്തി. പക്ഷെ മാർക്കറ്റ് ലീവില്ല. സംസ്ഥാനത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് പൊതു അവധിയാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി രണ്ടും മറ്റ് ഇൻഡെക്സുകളും, പൊതുവെ മേജറായിട്ട് ഈ 2 ഇൻഡെക്സുകളെ കുറിച്ചാണ് പറയാറ്, ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ആദ്യം നമുക്ക് വീക്കിലി അനാലിസിന് മുമ്പ് ഡേ അനാലിസിസ് എന്തായിരുന്നു നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരം പറഞ്ഞത്, വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചെറിയ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തുടർന്ന് പോകാം. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഡേ ചാർട്ടിലേക്ക് വരാം. കഴിഞ്ഞ വ്യാഴാഴ്ച വീഡിയോയിൽ പറഞ്ഞു, ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് വ്യാഴാഴ്ചത്തെ ക്യാൻഡിൽ താഴത്തേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ബുള്ളിഷ്നെസ് അല്ല, അതല്ല അപ്പ് ട്രെൻഡ് അല്ല. പൊതുവേ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതായത് ഒരാഴ്ച കാലത്തിനുള്ളിൽ നിഫ്റ്റി ഒരു പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.15% ഉയരത്തിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് പോയിൻ്റ് കണക്കിൽ പറയുമ്പോൾ 280 മുകളിൽ പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ 5 ദിവസത്തിൽ 2 ഗ്രീൻ ക്യാൻഡിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, അല്ലേ? 2 ഗ്രീൻ ക്യാൻഡിൽ മാത്രമേ നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നുള്ളൂ. എന്നിരുന്നാലും 285 പോയിൻ്റ് ഉയരത്തിലാണ്. അതിന് മുകളിൽ പോയത് കൊണ്ടാണ് ഈ 3 ക്യാൻഡിലുകൾ റെഡായിട്ട് നമുക്ക് കാണാനുള്ള കാരണം. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. 336 പോയിൻറ്റ്, 350 പോയിൻറ്റിൻ്റെ അടുത്താണ് കഴിഞ്ഞ ആഴ്ച മൊത്തം റാലി നടത്തിയിരിക്കുന്നത് നിഫ്റ്റി. പക്ഷേ 283 പോയിൻ്റാണ് ടോട്ടലി വീക്കിലി നോക്കുമ്പോൾ, പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 2 ഡേ ഗ്രീൻ ക്യാൻഡിൽ. വ്യാഴാഴ്ച വൈകുന്നേരം ഈ ഒരു, അതായത് പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് ഇതിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, പക്ഷേ ക്രോസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച താഴത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളൊരു കണക്ക് കൂട്ടലുകളായിരുന്നു. ആ തരത്തിൽ തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞതും. ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത് 24,845 ക്ലോസ് ചെയ്തത് 24,823 ഏകദേശം ഒരു 20 പോയിൻറ്റിൻ്റെ മൈനസിലാണ്, നെഗറ്റീവ് തന്നെയാണ്, അന്ന് കുറവ് തന്നെയാണ്. പക്ഷേ നമുക്ക് ചാർട്ടിൽ നോക്കുമ്പോഴാണ് അങ്ങനെ 11 പോയിൻറ്റ് പോസിറ്റീവിലാണ്. പക്ഷേ ടോട്ടലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരുന്നു വെള്ളിയാഴ്ച. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു ഓടിച്ചു നോക്കലാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ 0.83% പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. നിഫ്റ്റിയുടെ അത്ര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. എന്നിരുന്നാലും തെറ്റില്ലാത്ത രീതിയിൽ ഒരു 1% അടുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 50,000 അല്ലേ, ഒരു 0.83 എന്ന് പറയുമ്പോൾ ഒരു 500 താഴെ ഒരു 380 ആ റേഞ്ചിലൊക്കെയാണ് പോസിറ്റീവിൽ ബാങ്ക് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള ആഴ്ചയിലെ പെർഫോമൻസ്. അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് 1.95% പോസിറ്റീവിലാണ്. മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ, സെൻസെക്സ് പറയുകയാണെങ്കിൽ, അതായത് ബോംബെ എക്സ്ചേഞ്ച് പറയുകയാണെങ്കിൽ 0.80% പോസിറ്റീവിൽ. ടോട്ടലി നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവിൽ തന്നെയാണ്. പ്രീവിയസ് വീക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ വീക്ക് പോസിറ്റീവിലായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ചെറുതായിട്ട് അപ്പ് ട്രെൻഡ് വെച്ചിട്ടുണ്ട്. അതായത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഫേക്ക് ആവാനാണ് സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ നോക്കൂ, റെഡ് ക്യാൻഡിലാണ്. ഇവിടെ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,985. അതേസമയം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,933, ഏകദേശം ഒരു 50 പോയിൻറ്റ്. ഓക്കെ, പക്ഷേ എന്നാലും സൈഡ് വേ ആയിരുന്നെങ്കിലും ചെറിയൊരു ഡൗൺ സെൻറ്റിമെൻറ്റ്സിലൂടെ തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് ഒരു ഡൗൺ സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ഉള്ളത്. ഒരിക്കലും മുകളിലേക്ക് പോകാനായിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റോക്കുകളിൽ, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവർ, സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു 52 വീക്ക് ഹൈയിലാണ്.
പരമാവധി അതിൻ്റെ ഉന്നതങ്ങളിൽ എത്തിയിട്ട് ഇപ്പം ഇങ്ങനെ വിരാജിക്കുകയാണ്. ഈ സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? മുകളിലേക്ക് പോകണോ താഴേക്ക് വരണോ എന്നുള്ള, എന്നാലോ താഴത്തേക്ക് വരാൻ മടിയും മുകളിലേക്ക് ബൈ ചെയ്യാൻ ആളുകളുമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് നമ്മളെപ്പോലുള്ളവർ അബദ്ധങ്ങൾ ചെയ്യുന്നത് സ്റ്റോക്കുകൾ എടുക്കും. ഓക്കെ, ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ഞാൻ ഒരൊറ്റ സ്റ്റോക്ക് ഓപ്ഷനാണ് കൊടുത്തിരുന്നുള്ളൂ. കാരണം എന്താണ്? സ്റ്റോക്ക് ഓപ്ഷൻ, അതായത് എല്ലാ ദിവസവും 4-5 സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്ന ഞങ്ങൾ പോലും കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരേ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ ആരോ ഫാർമ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്? ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. സ്റ്റോക്കുകളെല്ലാം തന്നെ അപ്പർ സൈഡിലാണുള്ളത്. അപ്പോൾ ഇനിയൊരു ജസ്റ്റ് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ അത് സ്റ്റോക്കുകളും ഇൻഡെക്സുകളും എല്ലാം തന്നെ താഴത്തേക്ക്, അതുപോലെ തന്നെ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും എല്ലാം തന്നെ മുകളിലേക്ക് പോകാൻ മടിക്കുന്നതോടൊപ്പം താഴേക്ക് വരാനും ഒരു കാര്യമായ മടി കാണിക്കുന്നതുകൊണ്ടാണ് ഒരു സൈഡ് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 2 ദിവസം മുന്നേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു പോസിറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ നാളെ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ള ചില ഓൺലൈൻ ന്യൂസുകളിലൂടെ കാണാൻ കഴിഞ്ഞു. അതിന് സത്യാവസ്ഥ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഓൺലൈൻ ന്യൂസുകളിലെല്ലാം നോക്കിയപ്പോൾ ഈ മിസൈലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം തുടങ്ങി എന്നുള്ള ഒരു ന്യൂസ് ഞാൻ, അതുകൊണ്ട് ഓൺലൈൻ ന്യൂസ് ചാനലുകളെ നമുക്ക് അത്ര അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. എന്നിരുന്നാലും ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതേസമയം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബറിൽ ഫെഡ് മീറ്റ് ഉണ്ട്. US ഫെഡ് മീറ്റ് നടക്കുന്നുണ്ട്. അതിൽ ജെറോം പവൽ US ഫെഡ് നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു സൂചന മൊത്തത്തിൽ ഇപ്പോൾ അങ്ങനെയാണ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ ഫെഡ് നിരക്ക് കുറയ്ക്കും എന്ന് തന്നെയാണ് ഒരു സൂചന വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ചാൽ നമ്മുടെ മാർക്കറ്റ് അതിന് അനുകൂലമായിട്ടാണ് നടക്കുക, അതായത് മുകളിലേക്ക് പോകും. അതായത് നിഫ്റ്റി ഇപ്പോൾ 24,800 24,850 ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ്, അതായത് ഒരു പോസിറ്റീവ് ന്യൂസ് ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ വരും ആഴ്ചകളിൽ ഒരു നല്ല റാലി നടത്താനുള്ള സാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകും. ബാക്കി ബാങ്ക് നിഫ്റ്റി അതേപോലെ BSE എല്ലാം മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ പോകും. അതോടൊപ്പം തന്നെ സ്റ്റോക്കുകളും ചെറിയ തോതിൽ അനക്കം വരും. എന്നിരുന്നാലും കൂടുതലായിട്ട് പോകാനുള്ള ഒരു സാധ്യത അത്രത്തോളം മാർക്കറ്റിൽ, എന്തായാലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാത്രമേ ഇനി മുകളിലേക്ക് പ്രതീക്ഷിക്കേണ്ടുള്ളൂ എന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. പലർക്കും പല രൂപത്തിലായിരിക്കാം. നമ്മൾ മനസ്സിലാക്കിയ പോലെ ആയിരിക്കില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ലല്ലോ. വീണ്ടും അത് അപ് ട്രെൻഡിലേക്ക് തന്നെ പോയാലും മതി. പക്ഷേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിസ് നോക്കുമ്പോൾ വീക്കിലി ചാർട്ടിലേക്ക് ആദ്യം മാർക്കറ്റ് നമ്മൾ നിഫ്റ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയിലൊരു ഇവിടെ ഒരു മേജർ സപ്പോർട്ട് മേജർ ട്രെൻഡ് നമ്മൾ നേരത്തെ വരച്ചാണ്. അതിന് പുറമെ ഇവിടെ നമ്മൾക്കൊരു ചെറിയ ട്രെൻഡ് വീണ്ടും ഇപ്പോൾ ഫോം ആയതായി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അതിന് താഴെയാണ് ഈ 3 ആഴ്ചയും മറ്റൊരു ട്രെൻഡ് പോലെ രൂപപ്പെടുന്നത്, ഫോം ആവുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? നോക്കൂ, ഫോം ആവുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയായി. ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച സ്ഥിതിക്ക് ഇതിന് 1 അവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കൊരു സൈഡ് വേ ആയിട്ട് അല്ലേ. നോക്കിയേ, ശരിക്കൊരു സൈഡ് വേ ആയിട്ടല്ലേ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നോക്കിയേ, അതാണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ട്രെൻഡിനെ നമ്മൾ എടുക്കേണ്ട, വലിയ ട്രെൻഡിനെ എടുക്കാം. വലിയ ട്രെൻഡിനെ എടുത്ത് ഇതിനെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇതിനെ ക്ലോസ് ചെയ്ത് ഒരു 1 വീക്ക് ക്യാൻഡിൽ വന്നാൽ മാത്രമേ ഇനി നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അപ്സൈഡിലേക്ക് പോകുമെന്നുള്ളത് കണക്കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഓക്കെ, അപ്പോൾ 1 വീക്ക്ലി ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ആവണം. ഓക്കെ, 25,070 ആണല്ലോ ആൾ ടൈം ഹൈ. 25,070 തന്നെയാണോ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കട്ടെ. 25,078. ഓക്കെ, 25,078 മുകളിൽ പോകണമെങ്കിൽ ഇതൊരു വീക്കിലി ക്യാൻഡിൽ ഇവിടെ ഫോം ആവണം. ഇവിടെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു പ്രോപ്പറായ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം പ്രീവിയസ് ലോ
നോക്കൂ, ഇവിടെയാണ് ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ടായിട്ട് ഇപ്പോൾ വീണ്ടും ആക്റ്റ് ആയിരിക്കുന്നത്. ഇതിന് താഴെ വരണം, വീക്കിലി ഇതിന് താഴെ ഒരു ക്യാൻഡിൽ ഫോം ആയാൽ നമുക്ക് താഴത്തേക്ക് നിഫ്റ്റി ഡൗൺ വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്രയാണിത്? 23,950. അപ്പോൾ ഇതിന് താഴെ വന്നില്ലെങ്കിലും 23,900 വരെയെങ്കിലും നിഫ്റ്റി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ഇവിടെ 24,823 ഇപ്പോൾ ഉള്ളത്. 24,850, 24,800 ആ റേഞ്ചിൽ ഇപ്പോൾ നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നുണ്ട്, കൂടുതൽ സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവാത്തവർ നമുക്ക് ടെലിഗ്രാമിൽ വന്നിട്ട് ചോദിക്കും, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരു മേജറായിട്ട് 23,950 അല്ലെങ്കിൽ 23,900 വരെ വരും എന്ന് തന്നെ കണക്ക് കൂട്ടാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പുകളിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇനി നാളെ ചെയ്യാനുള്ള ഒരു ഐഡിയ കയ്യോടെ പറഞ്ഞിട്ടാണ്ട് പോയാൽ ഇത് വീഡിയോ കാണുന്നവർക്കൊരു തലവേദന ഉണ്ടാവില്ല, നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ ട്രെൻഡ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് നാളെ നിഫ്റ്റി, ഞാൻ വിചാരിക്കുന്നത് നിഫ്റ്റി നാളെ വീണ്ടും താഴത്തേക്ക് വരുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ ഇതുവരെ 25,000 ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഫെഡ് മീറ്റിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് മുകളിലേക്ക് പോവുള്ളൂ. അല്ലാത്ത പക്ഷം നാളെ ഇപ്പോൾ ഇത് യുദ്ധം തുടങ്ങി എന്നൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത്, ആ ഒരു ഫേക്ക് ന്യൂസ് മതി ഇത് താഴത്തേക്ക് വരാൻ. ഇപ്പോൾ താഴേക്ക് വരാൻ വേണ്ടി വെമ്പൽ കൂട്ടിയിട്ടിരിക്കുകയാണ്, അതായത് മുട്ടി നിൽക്കുകയാണ്. ഏത് നിമിഷവും താഴേക്ക് വരാനുള്ള സാധ്യതയായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ വ്യാഴാഴ്ച ഇത് മേലേക്ക് പോയി ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്, താഴത്തേക്കാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റി ഒരു 50 പോയിൻറ്റ് 100 പോയിൻറ്റോളം താഴെ വന്നിട്ടാണ് പിന്നെ ഒരു 52 പോയിൻറ്റ് മൈനസിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിഫ്റ്റിയാണ് 24,867 എന്നുള്ള ഹൈ ഉണ്ടല്ലോ, 867. ഇവിടെ എത്രയാണ്? 24,851. അപ്പോൾ 67 തന്നെ ആയിക്കോട്ടെ. 24,870 മുകളിൽ രാവിലത്തെ 10:15 മണിക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 9:15 മാർക്കറ്റ് തുടങ്ങിയിട്ട് 10:15 ഈ ക്യാൻഡിലിന് മുകളിൽ പലർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ചിലർക്ക് മനസ്സിലാവില്ല, പറയുമ്പോൾ ഈ ക്ലോസ് ആൻഡ് ക്രോസ് എന്താണെന്ന് മനസ്സിലാവില്ല. 10:15 മണിക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ, ഒരു 1 അവർ ക്യാൻഡിൽ ഫോമായിട്ട് ഞാൻ 1 അവറിലേക്ക് മാറ്റിയത് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ നിഫ്റ്റിയിൽ മാത്രമേ കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് വീഡിയോ ചുരുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇവിടെ എന്താ ഒരു 23,876 എന്നുള്ള ഒരു റേഞ്ച് കണ്ടില്ലേ. ഇതിപ്പോൾ 1 അവർ ക്യാൻഡിലാണ് കേട്ടോ. ഈ 1 അവർ ക്യാൻഡിലിൽ 67 പറഞ്ഞത്. അപ്പോൾ ഈ 1 അവർ ക്യാൻഡിൽ, അതായത് 10:15 മണിക്ക് നിങ്ങൾ നോക്കുക, എന്ത് 24,867 മുകളിൽ ഈ ഒരു സാധനം വന്നിട്ടുണ്ടോയെന്ന്. ക്യാൻഡിലാണ് ഇത് കേട്ടോ. ഞാൻ കളറ് മാറ്റിയിട്ടൊന്ന് നിങ്ങളെ ഉഷാറാക്കി കാണിപ്പിക്കുക. ഗ്രീൻ ആയിരിക്കുമല്ലോ വരിക, അപ്പോൾ ഗ്രീൻ കളറാണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കണം. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് മാത്രം വരരുത്. ഇത് മാറ്റിയിട്ട് ഞാൻ ആദ്യം പറയാം, അല്ലെങ്കിൽ അതിനും കൺഫ്യൂഷനായിട്ട് ആകെ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തിയ. ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, പക്ഷേ ഈ ലൈനിന് താഴെയാണ് അതിൻ്റെ ബോഡി. ഓക്കെ, ബോഡി താഴെയും അതിൻ്റെ വിക്ക് മേലെയാണെങ്കിൽ അത് ക്രോസ് ആൻഡ് ക്ലോസ് അല്ല കേട്ടോ. ഇത് ക്രോസ് ആൻഡ് ക്ലോസ് അല്ല, ഇതിൻ്റെ പേരാണ് ക്രോസ്. ക്രോസ് ചെയ്തു, ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്യണം എന്ത് വേണം? ഈ സാധനം ഉണ്ടല്ലോ, ഈ ബോഡി ഇതിൻ്റെ മുകളിൽ പോയി നിൽക്കണം. ഓക്കെ, വലുതാകട്ടെ, കൺഫ്യൂഷൻ വേണ്ട, ഇനി കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ 10:15 മണിക്ക് നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണറിയോ? 10:15 മണിക്ക് നിങ്ങൾ കണ്ടാൽ അടുത്ത ക്യാൻഡിൽ വാച്ച് ചെയ്യുക. അതിന് സമയമൊന്നും നോക്കണ്ട. അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ ഫോം ആവും. ഇവിടെ ഫോം ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ ചെറിയൊരു വിഗുണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ ഒരു വിഗുണ്ട്, വരച്ചു. അവിടെ ഒരു വിഗുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെ വെച്ച് ഓപ്പണായിട്ട് നേരെ താഴെയാണ് വരുന്നത്, അയ്യത്തടി. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പാടും ഇവിടെ ഓപ്പൺ ആയാൽ? പാടില്ല. ഇത് എവിടേക്കാച്ചാൽ പോട്ടെ, താഴെയോ അവിടേക്കോ ഇവിടെ ഇതുവരെ വരിക എങ്ങനെ പോയിക്കോട്ടെ. ഇവിടേക്ക് വന്നതിന് ശേഷം ഈ റെഡ് കളറ്
ഇങ്ങനെ വന്ന് തിരിച്ച് വീണ്ടും ഇവിടെ താഴേക്ക് പോയിന്ന് ചുറ്റിയടിച്ച് തിരിച്ചു വരുമല്ലോ. തിരിച്ച് വരുന്ന സമയത്ത് ഈ റെഡ് കളറിന് എപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കാണുന്നോ, ഇതാ ഗ്രീന്. ഇത് മനസ്സിലായത് ഇനി ആരെങ്കിലും പറഞ്ഞുണ്ടല്ലോ. ഇനി ഇതിന് സമയം നിങ്ങൾ നോക്കണ്ട. ഈ ക്യാൻഡിൽ നിങ്ങൾ 1 മണിക്കൂറോ അരമണിക്കൂറോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ വന്നു, ഇത് ഇവിടെ ഓപ്പണായി. അതായത് എത്രയിൽ 24,890 ഓപ്പണായി. ഇപ്പോൾ ഇത് ഗ്രീൻ ആകുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എൻട്രി എന്ന് പറഞ്ഞാൽ, ഈ ക്യാൻഡിലിന് ടൈമൊന്നുമില്ല. 1 മിനിറ്റോ 2 മിനിറ്റോ അര മിനിറ്റോ 1 സെക്കൻഡോ ടൈമില്ല. ഈ ക്യാൻഡിലിന് ടൈമില്ല. ഇവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഓപ്പൺ ആയതിന് ശേഷം നേരെ താഴത്തേക്കാണ് വന്നത്. എവിടേക്കാണ് വന്നത്? താഴത്തേക്കാണ് വന്നത്. താഴത്തേക്ക് വരുന്ന സമയത്ത് ഇതിന് എന്തായിരിക്കും കളറ്? ഇതിൻ്റെ കളർ റെഡായിരിക്കും. ഓക്കെ, ഇതാ റെഡായിരുന്നു. ഈ റെഡ് ക്യാൻഡിൽ നേരെ തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഗ്രീനായി മാറുമ്പോൾ ഇവിടെ ഒരു വിക്ക് ഉണ്ടാവും. ബോട്ടം ഇവിടെ ഒരു ലൈന് നിങ്ങൾക്ക് കാണാൻ പറ്റും, വിക്ക്. ഈ റെഡ് കളർ മാറി ഗ്രീൻ കളറിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. എത്രയിൽ? 24,870 മുകളിൽ രാവിലെ 10:15 മണിക്ക് നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റീടെസ്റ്റ് നടത്തി തിരിച്ചു പോകുന്ന സമയത്ത് മുകളിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞു. ഏതുവരെ? 25,060 വരെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 25,000 വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്യാം. ഇവിടെയാണ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട്. ഇത് കഴിഞ്ഞാൽ 24,850 എന്നുള്ള റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾ ടൈം ഹൈ തന്നെയാണ്. അതിനിടയ്ക്ക് ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ അവിടെ തട്ടിത്തടഞ്ഞ് കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ എക്സിറ്റ് അടിച്ച് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് അടിച്ചോളൂ. ഓക്കെ, ഇനി താഴേക്ക് വരികയാണെങ്കിൽ നോക്കൂ, ഈ ഒരു സ്വിങ്ങിന് താഴെയാണ് 24,661 താഴെ ഡൗൺ സൈഡ് നമുക്ക് എൻട്രി എടുത്ത് വരാൻ കഴിയും. ഓക്കെ, നിഫ്റ്റിയിൽ 24,660 താഴെ ഡൗൺ സൈഡും 24,867 മുകളിൽ അപ്പ് സൈഡും നമുക്ക് എൻട്രി എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞു. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതുവരെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നല്ലേ സംശയം? നിങ്ങൾക്ക് ഇതുവരെ വേണ്ട, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ 24,315 വരെ, ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് വരാം. അതിനിടയ്ക്ക് ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഈ ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞു ഒരു ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോഴും തൂക്കം നിൽക്കുന്നത്. 1 വീക്കിൽ നോക്കുകയാണെങ്കിൽ വീക്കിലി അനാലിസിസ് നമ്മൾ പറഞ്ഞു മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം ഫെഡ് മീറ്റിൻ്റെ ആ ഒരു പോസിറ്റീവിൽ പോവുകയാണെങ്കിലും ഈ ട്രെൻഡ് ലൈന് ക്ലോസ് ചെയ്ത് കൊണ്ട് വേണം പോവാൻ. ഇതല്ല, ഈ ഒരു ട്രെൻഡ് ലൈന് ഇപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് 1 ഡേയിലേക്ക് വരാം. നമുക്ക് നാളെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇതിന് മുകളിൽ എത്ര 51,120 മുകളിൽ അപ്സൈഡ് പോകാം. 51,120 മുകളിൽ 51,120 മുകളിൽ അപ്സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് വരെ ശ്രദ്ധിച്ചാൽ മതി. നാളെ ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ഈ ഭാഗത്തായിരിക്കും 52,300 വരെ, 51,120 മുതൽ 52,300 വരെ. ഓക്കെ, 1,000 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഒക്കെ ഉണ്ട്. അത്ര പോയിക്കൊള്ളണമെന്നല്ല, ഡിഫറൻ്റാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ 49,675 താഴെ ഡൗൺ സൈഡിലേക്കും നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു വരാം. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ സ്ഥിതിക്ക് ഫിൻ നിഫ്റ്റി സ്പെഷ്യൽ എക്സ്പ്ലെയിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ഇതിന് മുകളിൽ 23,320 മുകളിൽ അപ്സൈഡ് എടുത്ത് പോകാം. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 22,500 താഴെ.
അപ്സൈഡ് പോവുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെയാണ് 23,830 വരെ നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം ഒരു 400 പോയിൻറ്റിന് മുകളിലുണ്ട്. ഡൗൺ സൈഡ് ആണെങ്കിൽ 22,503 താഴെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ വരെ 21,750 വരെ, അതിന് മുകളിൽ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. 22,100 വരെ കേട്ടോ, 22,100 വരെ നിങ്ങൾക്ക് നോക്കാം. ഡൗൺ സൈഡ് 22,500 താഴെ ഡൗൺ സൈഡിലേക്കും ഫിൻ നിഫ്റ്റിയിൽ എടുത്തു വരാവുന്നതാണ്. മിഡ് ക്യാപ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ആൾ ടൈം ഹൈയിനടുത്ത് എത്തിയിട്ടാണ്. നോക്കൂ, ആൾ ടൈം ഹൈ 13,099 13,093 വരെ പോയി താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് വെച്ചിട്ട് ഇനി താഴത്തേക്ക് വരുമോ എന്നുള്ളതാണ്, ഈ ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇനി നോക്കാനുള്ളത്. മറ്റുള്ള ഇൻഡെക്സുകൾ വന്നാൽ തീർച്ചയായും വരും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എൻട്രി ഇവിടെ നിന്നാണുള്ളത്. ഡൗൺ സൈഡ് എൻട്രി 12,590, അതിനും താഴെ കുറച്ച് സെക്യൂറായിട്ട് നിൽക്കുക പറയുമ്പോൾ 12,490, 100 പോയിൻ്റ് മാറ്റേണ്ട വേണ്ട. 12,600 താഴെ 12,000 നോക്കട്ടെ, കറക്റ്റായിട്ട് നോക്കിയിട്ട് 12,600 താഴെ നിങ്ങൾക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ താഴത്തേക്ക് വരാം. 12,200 വരെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. പക്ഷേ അതിന് മുൻപ് 12,000 നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇവിടെ ഈ 12,440 ചെറിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് 440, 460, 450 ആ ഒരു റേഞ്ചിൽ 12,590 താഴെ വന്നാൽ 12,590 താഴെ നിങ്ങൾ എൻട്രി എടുത്ത് വരികയാണെങ്കിൽ 12,460 ചെറിയ സപ്പോർട്ടുണ്ട്. അതിനും താഴെ വരികയാണെങ്കിൽ 12,305 വരെ വരും, 12,300 വരെ വരും. അപ്പോൾ 12,590 താഴെ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ 12,460 എന്നുള്ളൊരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. അതിനും താഴെ വീണ്ടും വരികയാണെങ്കിൽ 12,300 വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മേലേക്ക് പോവുകയാണെങ്കിൽ 13,100 മുകളിൽ നിങ്ങൾക്ക് എടുത്ത് പോകാം. ഫിബിനാച്ചി ലെവൽ പിടിക്കണം. 13,100 മുകളിൽ പോവുകയാണെങ്കിൽ 13,100 ശേഷം നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 13,170 വരെ പോകാനുള്ള സാധ്യത. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 13,240 വരെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മിഡ് ക്യാപ് നിഫ്റ്റിയിലെ ഇങ്ങനെയാണ്. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ചാർട്ടുകൾ നോക്കി അതിന് ഈ പറഞ്ഞ രൂപത്തിലുള്ള ലൈനുകൾ വരച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും അതിൻ്റെ മണിക്കൂർ ക്യാൻഡിലുകളും എല്ലാം സെറ്റ് ചെയ്ത് ഈ പറയുന്ന പ്രകാരം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടി മാത്രം എടുത്തു പോകുക. ഓക്കെ, ഇൻഡെക്സാണ്. സൈഡ് വേ സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുത്ത്, വെള്ളിയാഴ്ച ഒരു ഉദാഹരണമാണ്, നമ്മളൊരു ബാങ്ക് നിഫ്റ്റിയിലൊരു 120 രൂപയ്ക്ക് ഒരു 12 മണിക്ക് എടുത്തിട്ട് നമുക്കതൊരു 160 എത്തിയത് എത്ര മണിക്കാണെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയും. പക്ഷേ നമ്മളത് എക്സിറ്റ് അടിച്ചില്ല, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ചെറിയ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ടാണ് അത്ര പ്രീമിയം ഡിക്ക് സംഭവിക്കാതിരുന്നതും ഔട്ട് ഓഫ് ദ മണി കൊടുക്കാൻ കാരണം അത് എന്തായാലും കയറിപ്പോവാനോ ഇറങ്ങിപ്പോവാനോ സാധ്യതയില്ല. പ്രീമിയം DK തന്നെയാണ് ഇവിടെ നടക്കാനുള്ള സംഭവം. അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു സ്ട്രൈക്ക് തന്നതും അത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതും. പക്ഷേ നമുക്കത് പ്രോഫിറ്റ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഡ് വേ സമയങ്ങളിൽ നിങ്ങൾ കയ്യും കെട്ടി മിണ്ടാതിരിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ കൈകാൽ പൊരിയുന്നവർ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗതി ആയിട്ടുണ്ടാവും. ഇന്നെനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോയുടെ തുടക്കത്തിലാണ് പറയല്, എനിക്ക് മറന്നുപോയി. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമുണ്ട്, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരാൻ 4 ഭാഗത്തു നിന്നും, ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു എന്നാണ് ഞാൻ പറയൽ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവാണ് ഒരു ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തു നിന്നും
നഷ്ടങ്ങൾ മാത്രമേ വരാൻ സാധ്യത കൂടുതൽ. അതേസമയം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ, അതാണ് ഇൻ്റലിജൻ്റായി പ്രവർത്തിക്കുക എന്നുള്ളത്. ട്രേഡിങ്ങിനെക്കുറിച്ച്, മാർക്കറ്റിനെക്കുറിച്ച്, ഓപ്ഷൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച്, സമയത്തിൻ്റെ വിലയെക്കുറിച്ച്, ക്യാൻഡിലുകളെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാക്കി ക്ഷമയോടുകൂടി സൈഡ് വേ സമയങ്ങളിൽ പൂർണ്ണ ക്ഷമയോ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്റ്റോക്കിൽ ട്രേഡൊക്കെ എടുത്ത് പോകാം. അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളോടൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ജനറൽ ഗ്രൂപ്പ് മുഖേന ഞങ്ങളിലേക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാം. ഓക്കെ, ബൈ.